لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് സ്വന്തത്തോട് ബാധ്യതയുള്ളതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിൽ തഖ്വ പുലർത്തുന്ന മുത്തഖികളിൽ മുഹ്സിനുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ അവിടുത്തെ പ്രവാചകത്വലബ്ധിക്ക് മുമ്പ്, നുബുവത്തിന് മുമ്പ് 20ഓളം വർഷങ്ങൾക്ക് പിറകെ സംഭവിച്ച ഒരു സഖ്യത്തെ സംബന്ധിച്ച്, ഒരു സന്ധിയെ സംബന്ധിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൽ പറയുന്നത്, കച്ചവടാവശ്യാർത്ഥം മക്കൾക്ക് പുറത്തു നിന്നും യമനിൽ നിന്നും മക്കയിലേക്ക് വന്ന ഒരു മനുഷ്യൻ, അയാളിൽ നിന്നും മക്കക്കാരനായ ഒരാൾ കച്ചവട ചരക്കുകൾ വാങ്ങിക്കുന്നു. പക്ഷേ അയാൾക്കതിൻ്റെ തുക നൽകിയില്ല. അങ്ങനെ തുക നൽകപ്പെടാതിരുന്നപ്പോൾ ആ മനുഷ്യൻ പലരോടും മക്കയിൽ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ആരും തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നം ഗൗനിക്കുന്നില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ, ഒടുവിൽ ആ മനുഷ്യൻ മക്കയിലെ ഖുബൈസ് മലനിരകളുടെ മുകളിൽ കയറി നിന്ന് താൻ ആക്രമിക്കപ്പെട്ടതായി, തന്റെ അവകാശം ലംഘിക്കപ്പെട്ടതായി കവിത പാടുകയാണ്. ഇത് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കേൾക്കാനിടയാകുന്നു. ഇദ്ദേഹം മറ്റു ഖുറൈശി ഗോത്രങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീട്ടിൽ, ഖുറൈശി ഗോത്രങ്ങൾ, പല ഗോത്രങ്ങൾ ചേർന്ന് അവര് സമ്മേളിക്കുകയാണ്. അങ്ങനെ സമ്മേളിച്ച് അവർ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറിന്റെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത്, മക്കക്കകത്തോ അല്ലെങ്കിൽ മക്കക്ക് പുറത്തു നിന്ന് വന്ന ആളോ ആരെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ, അവകാശം നിഷേധിക്കപ്പെട്ടാൽ, അയാൾക്ക് ആ അവകാശം വകവെച്ചു കൊടുക്കുന്നത് വരെ അയാളോടൊപ്പം ഞങ്ങൾ നിലനിൽക്കും എന്നതായിരുന്നു ആ കരാറിന്റെ കാതൽ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയ ജാഹിലിയ കാലത്തെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ, വംശീയത കൊണ്ട്, സ്വജനപക്ഷപാതിത്വം കൊണ്ട് പ്രചോദിതമായിരുന്ന ജാഹിലിയ ദുരഭിമാനത്തോട് എതിര് നിൽക്കുന്ന ഒരു കരാറായിരുന്നു ഇത്. സത്യത്തിൽ
അന്നത്തെ ജാഹിലിയ പ്രവണത എന്ന് വെച്ചാൽ സ്വന്തം ഗോത്രത്തെ, സ്വന്തം സമൂഹത്തെ, സ്വന്തം നാടിനെ, സ്വന്തം കുടുംബത്തെ ഒക്കെ വാഴ്ത്തിപ്പാടുകയും അതിനുവേണ്ടി വലിയ പ്രസംഗങ്ങൾ നടത്തുകയും അതിനുവേണ്ടി കവിതകൾ രചിച്ച് സമൂഹത്തിൽ ആലപിക്കുകയും അങ്ങനെ സ്വന്തത്തിന്റെയും സ്വജനപക്ഷപാതിത്വത്തിനും പേര് കേട്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും അങ്ങനെയുള്ള എല്ലാ അതിരുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നവനെ അവന്റെ ഗോത്രത്തിന്റെയോ വംശത്തിന്റെയോ രാജ്യാതിർത്തിയുടെയോ എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് അവനെ ചേർത്ത് പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു കരാറായിരുന്നു ഇത് എന്നത് ഈ കരാറിന്റെ വലിയ പ്രാധാന്യത്തോടെ ചരിത്രത്തിൽ പറയപ്പെടാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര കഥനത്തിൽ ഇതിന് വലിയ പ്രാധാന്യത്തോടുകൂടി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഹെൽഫുൽ ഫുറൂൽ, വിശിഷ്ടരുടെ സഖ്യം എന്ന പേരിൽ ഒരു കരാറായിട്ട് നമ്മൾ ഇതിനെ വായിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം ഈ കരാറിനെ കുറിച്ച് വലിയ സന്തോഷത്തോടു കൂടി ഓർത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ജദഅന്റെ വീട്ടിൽ അന്ന് നടന്ന കരാറിൽ ഞാനും പങ്കെടുത്തിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു പറയുന്നു. അങ്ങനെ ഒരു കരാറിലേക്ക് ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും എന്നെ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിൽ പങ്കെടുക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, അതിന്റെ മഹത്വം എന്ന് പറയുന്നത്, മുകളിൽ നാം പറഞ്ഞതുപോലെ ഏതൊരു മനുഷ്യനെയും അവന്റെ വർഗ, വർണ്ണ, ജാതി, ഭാഷ, ദേശ അതിരുകൾക്കപ്പുറത്ത് അവന്റെ അവകാശത്തിനും സംരക്ഷണത്തിനും അവനോടൊപ്പം നിൽക്കുക എന്ന നീതിയുടെ, ധർമ്മത്തിന്റെ, ന്യായത്തിന്റെ സന്ദേശം ആ കരാർ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടായിരുന്നു. ഈ വിഷയം മുൻനിർത്തിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യ എന്ന ജനാധിപത്യത്തിന്റെ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് ഒരു പൗരന് ലഭിക്കേണ്ട ധാരാളം അടിസ്ഥാനപരമായ അവകാശങ്ങളുണ്ട്. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് വോട്ടവകാശം ഉണ്ടായിരിക്കണം, അവന് റേഷൻ കാർഡിന് ആവശ്യമുണ്ട്, കുടിവെള്ളം ആവശ്യമുണ്ട്, അവന്റെ ആരോഗ്യ സംരക്ഷണം ആവശ്യമുണ്ട്, അവന്റെ പാർപ്പിടം സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ ഒരു മനുഷ്യന് രാജ്യത്ത് ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവന് ആവശ്യമുള്ള അവന്റെ അവകാശങ്ങളുണ്ട്. അതിലെല്ലാം അവനെ സഹായിക്കാൻ, അവന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും ഉദ്യോഗസ്ഥരും അംഗങ്ങളും ഒക്കെ ചേർന്ന് ആണ് അതൊക്കെ തരപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ കുറിച്ച്, രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച് ബോധ്യമുള്ള നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസവുമില്ല. ഈ സംവിധാനങ്ങളോട് ഒരു പൗരനെ ചേർത്ത് പിടിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് നാം ഒക്കെയും വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് സഭകളിലേക്ക് അയക്കുന്ന മെമ്പർമാരാണ് എന്നതും അടിസ്ഥാനപരമായി ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്നത്. മനുഷ്യർക്ക് ഈ രാജ്യത്ത് അവന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വസ്ഥതയോടെ ജീവിക്കാൻ അവരെ സഹായിക്കുന്ന സംവിധാനം എന്ന നിലക്ക് ഒരു മസ്ലഹത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി വേണം ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തെ സത്യവിശ്വാസികൾ കാണാൻ. മിമ്പറിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്ത് വോട്ട്, എന്ത് ജനാധിപത്യം, ആര് വോട്ട് ചെയ്തിട്ടല്ല, എന്ത് സംഭവിച്ചാലും ഞാനിപ്പോ വോട്ടിട്ടുണ്ടോ സംഭവിക്കാൻ, ഇങ്ങനെയുള്ള ലാഘവത്വത്തോടുകൂടി ഈ സംവിധാനങ്ങളെ കാണുന്നതിനപ്പുറത്ത് ഈ നാടിന്റെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമായിരിക്കണം എന്റെ വോട്ട് എന്ന രീതിയിൽ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി, ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടി ഈ രംഗത്തെ കാണാൻ വിശ്വാസി സന്നദ്ധനാകേണ്ടതുണ്ട്. അത് കാരണങ്ങൾ പറഞ്ഞാൽ ചുറ്റുപാടുള്ള മനുഷ്യരുടെയും സമൂഹത്തിന്റെയും നന്മയും അഭിവൃദ്ധിയും ഒക്കെ ഇസ്ലാം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങളാണ്. ഒരു മനുഷ്യനെ അവന്റെ ദാരിദ്ര്യത്തിൽ സഹായിക്കണമെന്ന്, അവന്റെ കഷ്ടപ്പാടിൽ അവനെ തുണക്കണമെന്ന്, അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രോഗിയായിരിക്കുമ്പോൾ അവനെ സന്ദർശിക്കണമെന്ന്, അവന്റെ സാമ്പത്തിക കാര്യത്തിൽ അവനെ സഹായിക്കണമെന്ന്,
കുഴിയിലേക്ക് വീണു പോകുന്ന ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തണമെന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങളാണല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഏറ്റവും പ്രാഥമികമായി ഈ രാജ്യത്ത് സാധിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ രേഖപ്പെടുത്തുന്ന ഒരു വോട്ട്, എന്റെ ജനാധിപത്യത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു അവകാശം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഞാൻ ഉൾപ്പെടുന്ന ചുറ്റുപാടിൽ ഏറ്റവും നന്നായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരാൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന, അതിനെയൊക്കെ തട്ടിമാറ്റുന്ന, നമ്മോട് അക്രമം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ നേതൃത്വത്തിൽ വരാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനത്തെയും ഈ ജനാധിപത്യ പ്രക്രിയയെയും നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെയും ഒക്കെ സത്യവിശ്വാസികൾ കാണേണ്ടത് ഈ തരത്തിലുള്ള മസ്ലഹത്തിന്റെ നന്മയുടെ കാഴ്ചപ്പാടോടുകൂടിയാണ് എന്നാണ് ഞാൻ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പല വിഷയങ്ങളും സത്യവിശ്വാസികൾക്ക് നേടിയെടുക്കേണ്ട പല അവകാശങ്ങളും ഈ ജനാധിപത്യ പ്രക്രിയയുമായിട്ട്, രാഷ്ട്രീയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. അതുകൊണ്ട് അത്തരമൊരു കാഴ്ചപ്പാടും ചിന്തയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട, തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോ, പ്രചരണങ്ങൾ ശക്തിപ്പെടുമ്പോ, വോട്ട് പിടിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെയും കൂടെയുള്ളവരുടെയും ഒക്കെ പരിശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുമ്പോൾ അവിടെയും സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പൗരനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനങ്ങളിലേക്കാണ് ഇന്ന് ഈ അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം അറിയാവുന്ന ആളുകൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ ഒക്കെയാണ് ഈ വോട്ടെടുപ്പിൽ പരസ്പരം മത്സരിക്കാനിരിക്കുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീനിൽ ഓരോ ഘട്ടങ്ങളിൽ ഓരോ സമീപനം എന്നതില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്വഭാവം, തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവം. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഇങ്ങനൊരു നിലപാട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിച്ചതല്ല. ധർമ്മത്തിന്, നീതിക്ക്, സത്യത്തിന്, ന്യായത്തിന് ഒന്നും ഒരിക്കലും ഇസ്ലാം ഒരു ഇടവേളയിൽ ഒരു ലീവ് നൽകിയിട്ടില്ല. അസത്യത്തിന്, അധർമ്മത്തിന്, അന്യായത്തിന്, അക്രമത്തിന് ഇസ്ലാം ഒരിക്കലും ഒരിളവും നൽകിയിട്ടില്ല എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യവിശ്വാസി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേവലം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് തെരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് സ്വന്തം ദീനിനെ കളഞ്ഞുകുടിച്ചാവരുത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏഷണിയുടെ, പരദൂഷണത്തിന്റെ, വ്യാജാരോപണങ്ങളുടെ ഒന്നും പിന്നാലെ പോയി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് ഏറ്റവും ആദ്യം ഒരു സത്യവിശ്വാസി ഓർക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മെ പടച്ചുവിട്ട, നമുക്ക് ഈ ഭൗതിക ലോകത്ത് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുള്ള, നമുക്ക് നമ്മുടെ ഈ പരലോകം വിജയിക്കണമെങ്കിൽ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുള്ള പടച്ചവനെ മുൻനിർത്തിയിട്ട് വേണം ഇത്തരം പ്രചാരണ രംഗങ്ങളിലേക്ക് ഒരു സത്യവിശ്വാസി ഇറങ്ങാൻ. എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും വേണ്ടതുണ്ട്. എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു, ഒരു പൗരന്റെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വഴി സർക്കാർ അവന്റെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും നിരീക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു വിഷയം. അത് വലിയ ചർച്ചയാണ്. ഒരു പൗരന്റെ, ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ് അത്, അതിനപ്പുറത്തൊന്നുമല്ല എന്ന് വലിയ വിമർശനങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ സ്വകാര്യത എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അത് മറ്റൊരാൾക്ക് ഒളിഞ്ഞു നോക്കാനുള്ളതല്ല. അത് മറ്റൊരു മനുഷ്യനാവട്ടെ, അതൊരു പൗരനാകട്ടെ, അത് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കാവട്ടെ, ഒരാളുടെ സ്വകാര്യത എന്ന് പറഞ്ഞത്, ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഒളിഞ്ഞു നോക്കാനുള്ളതല്ല. അയാൾ ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നു,
എന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അവന്റെ മാത്രം അവകാശങ്ങളാണ്, അവന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് നമ്മളുടെ പരികൽപ്പന എന്ന് പറയുന്നത്. അവിടെ അതിനെ ചോദ്യം ചെയ്യുന്ന അവസരം ഉണ്ടായപ്പോ രാജ്യത്ത് വലിയ ബഹളങ്ങൾ ഉണ്ടായി. അതെങ്ങനെയാണ് ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക എന്ന ചോദ്യങ്ങൾ ഉണ്ടായി. അതിനെ തുടർന്ന് അതില് കേന്ദ്ര സർക്കാർ തന്നെ ഒരു ഇളവും കൂടി പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞത് ഒരാളുടെ സ്വകാര്യത എപ്പോഴും നിരീക്ഷിക്കപ്പെടുക എന്നുള്ളത് അസാധ്യമായ ഒന്നല്ല എന്ന് ബോധ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനക്കങ്ങളും അടക്കങ്ങളും വർത്തമാനങ്ങളും ആലോചനകളും എല്ലാം എന്തെന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ്. ആ സമയത്ത് പടച്ചറബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇത് ഒരു നിമിഷം പോലും സത്യവിശ്വാസിയുടെ മനസ്സിൽ നിന്നും ഈ ഓർമ്മയില്ലാതെ പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ, വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ. അവർ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ കൃത്യമായ ഏടുകളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അവർ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഞങ്ങളുടെ സ്വകാര്യതകളിലേക്ക് കൈകടത്തുക എന്ന ചോദ്യം നമ്മുടെ രാജ്യത്തോട് ചോദിക്കാമെങ്കിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. എല്ലാം മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളവരാണ് റബ്ബ്. അതനുസരിച്ച് മാത്രമേ നിങ്ങളുടെ അനക്കങ്ങളും അടക്കങ്ങളും ക്രമീകരിക്കാവൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മുന്നറിയിച്ചിട്ടുള്ളത്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവനൊരു വാക്കും ഉച്ചരിക്കുന്നില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ, അവന്റെ നാവ് കൊണ്ട് അവനൊരു വാക്കും ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, തയ്യാറായിട്ടുള്ള നിരീക്ഷിക്കുന്ന ആളുകൾ അവന്റെ കൂടെ ഇല്ലാതെ അവനൊന്നും ഉച്ചരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വർത്തമാനങ്ങളും വലിയ ശ്രദ്ധയോടുകൂടി നമ്മൾ ആലോചിച്ചു വേണം പറയാൻ. ഒരു സീറ്റ് തരപ്പെടുത്താൻ വേണ്ടി എന്തും പറയാമെന്ന്, താൽക്കാലിക ലാഭത്തിന് വേണ്ടി എങ്ങനെയും സംസാരിക്കാമെന്നല്ല, മറിച്ച് ഇതൊക്കെയും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നും ഇതിനൊക്കെയും ഞാൻ മറുപടി പറയേണ്ടതുണ്ട് എന്നും എന്റെ തീരാനഷ്ടത്തിന് പോലും ഇത് കാരണമായേക്കാമെന്ന് കൂടി സത്യവിശ്വാസി ആലോചിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹഖറാത്തിദ്ദുനൂബ്, ഇയ്യാകും വമുഹഖറാത്തിദ്ദുനൂബ്, നിങ്ങൾ സൂക്ഷിക്കണം കുഞ്ഞു കുഞ്ഞു തിന്മകളെ, ചെറിയ ചെറിയ ദോഷങ്ങളെ, ചെറിയ പാപങ്ങളെ നിങ്ങൾ കരുതുന്നവയെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ യുഹ്ലിക്നഹു, കാരണം ഒരു മനുഷ്യനെ അതിങ്ങനെ മെല്ലെ മെല്ലെ കുന്നുകൂടിയിട്ട് അത് അവനെ അപ്പാടെ നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയുക മാത്രമല്ല, അത് അനുചരന്മാർക്ക്, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ ഒരു മനോഹരമായ ഉദാഹരണം കൂടി അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഭൂപ്രദേശത്ത് തുറസായ സ്ഥലത്ത് ആളുകൾ ഇറങ്ങിയെന്ന് വിചാരിക്കുക. അവിടെ ഒരു ചുള്ളിക്കമ്പ് പോലും കാണാനില്ല. പക്ഷെ എന്നിട്ട് ആ യാത്രയിൽ ഓരോരുത്തരും പല ഭാഗങ്ങളിലേക്ക് പോയി ഓരോ കമ്പുകൾ ശേഖരിച്ചു വരികയാണ്. ഒരാൾ ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവരുന്നു, മറ്റൊരാൾ മറ്റൊന്ന് കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കൊണ്ടുവന്ന ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് അവർക്ക് ഭക്ഷിക്കാനുള്ള വിഭവം, വേവിക്കാനുള്ള തീ കത്തിക്കാൻ പാകത്തിൽ ഒരു വലിയ വിറകുകൂട്ടമായി അത് തീരുകയും എന്നിട്ട് ആ തീ കത്തിച്ചുകൊണ്ട് അവരുടെ ഭക്ഷ്യ വിഭവം വേവിക്കുകയും അതിലൂടെ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, അവര് മരുഭൂമിയിൽ ഇറങ്ങിയപ്പോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പറയാൻ മാത്രം. പക്ഷേ ഓരോരുത്തരായി ഓരോന്നോരോന്ന് ശേഖരിച്ചപ്പോ അതാണി കത്തിപ്പിക്കാവുന്ന തീ ഉണ്ടാക്കുന്ന വലിയ വിറകുകൂമ്പരമായ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മുടെ വർത്തമാനങ്ങൾ. ഒരു ചെറിയ വാചകമല്ലേ അത്, ആ അവസരം മുതലെടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കുഞ്ഞു വർത്തമാനമല്ലേ എന്നൊക്കെ ആളുകൾ പറയും. രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ ചാണക്യന്മാരെ കുറിച്ച് നമ്മൾ ആവേശത്തോടു കൂടി പറയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏടിൽ ഇതൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ടെന്ന ഓർമ്മ സത്യവിശ്വാസിക്ക് ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ഒന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരണം. എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുകയും ചെയ്യുന്ന ഒരു കാര്യം നബിയെ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ ഹദീസിൽ, ദീർഘമായ ഹദീസിൽ കുറേ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിസ്കാരത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, സദഖയെ കുറിച്ച് ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ഒടുവിൽ അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് കാണാം, അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി, ഇതിനെയൊക്കെ നിനക്ക് ഉടമപ്പെടുത്തി തരുന്ന ഏറ്റവും വിശിഷ്ടമായ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിന്റെ ഒക്കെ മിലാക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ മുആദേ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ പറഞ്ഞു തരും. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖാല കുഫ അലൈക ഹാദാ, കുഫ അലൈക ഹാദാ, നീ നിന്റെ ഈ നാവിനെ പിടിച്ചു വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം, നാവിനെ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ നബിയല്ലാഹ് വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നിങ്ങൾ പറയുന്ന വർത്തമാനങ്ങളെ കൊണ്ട് അല്ലാഹു ഞങ്ങളെ പിടികൂടുമെന്നാണോ? ഞങ്ങൾ ഈ നാവ് കൊണ്ട് പറയുന്ന വർത്തമാനങ്ങളെ കൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നാണോ പ്രവാചകരെ അങ്ങ് പറയുന്നതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്താ മുആദ് എന്ന് പറയുന്നത്? എന്താ മുആദ് പറയുന്നത്? നരകത്തിൽ ഒരു മനുഷ്യൻ അവന്റെ മുഖവും മൂക്കും കുത്തി വലിച്ചെടുക്കപ്പെടുന്ന ശിക്ഷയ്ക്ക് മനുഷ്യർ പാത്രമാകുന്നത്, കാരണമാകുന്നത് അവൻ നാവ് കൊണ്ട് സംസാരിക്കുന്ന വർത്തമാനങ്ങളല്ലാതെ മറ്റെന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അതിന്റെ പ്രാധാന്യം വിവരിക്കുന്ന വിധത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചരിത്രം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമായിട്ട് നമ്മുടെ സമ്മതിദാനാവകാശത്തിന്റെ വിനിയോഗത്തെ നാം കാണുമ്പോൾ തന്നെ അതിന്റെ മറുപുറത്ത് അതിനു വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട്. അത് ഒരു സത്യവിശ്വാസിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്താകട്ടെ, സംഘടനാ സംവിധാനത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ ജീവിത മേഖലകളിലാകട്ടെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സ്വഭാവ സവിശേഷതകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതേത് സമയത്തും പാലിക്കാൻ, അങ്ങനെ സ്വന്തം ഇഹപരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ സത്യവിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നമ്മൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയും ചെയ്യുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള കാര്യമാണ് വ്യത്യസ്തങ്ങളായ വാഗ്ദാനങ്ങൾ എന്നുള്ളത്. അവിടെയും സത്യവിശ്വാസികൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉള്ളത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഏറ്റവും അടിസ്ഥാനപരമായ അറിവുള്ള മനുഷ്യർ പോലും ബോധ്യമുള്ള കാര്യമാണ്. പലപ്പോഴും അതത്ര ഗൗരവമുള്ളതായിട്ട് ആളുകൾ എടുക്കാറില്ല. എത്ര വാക്കുകളാണ് കേവലം വാക്കുകളായിട്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. അതിനകത്ത് പറയുന്നയാൾക്ക് ഒരു ആത്മാർത്ഥതയുമില്ല. നോക്കൂ, മോനെ എന്റെ ഈ പേപ്പർ ഒന്ന് ശരിയാക്കി തരണേ എന്ന് ഒരു സാധു ആവശ്യപ്പെടുന്നു. അസാധുവായ മനുഷ്യനോട്, മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീയോടൊക്കെ
നമ്മളത് പറയുമ്പോൾ നമുക്കത് ശരിയാക്കാം എന്ന് പറയുമ്പോൾ നമ്മളെ പറയുന്നത് വെറും ഒരു വാക്കല്ല, മറിച്ച് ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷയും വകയില്ലാതെ നമ്മെ സമീപിച്ച ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പ്രതീക്ഷയാണ് നമുക്കത് ശരിയാക്കാമെന്നുള്ളത്. ഒരുപക്ഷെ ആ സാധു ആ ശരിയാക്കലിനെ കാത്തുകൊണ്ടായിരിക്കും പിന്നിലുള്ള ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് ശരിയാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പാടുള്ളൂ. ഒരു കവി പാടുന്നുണ്ട്, ഇദാ ഖുൽത ഫീ ശൈഇൻ നഅം ഫഅതിമ്മഹു ഫഇന്നാ നഅം ദൈനുൻ അലൽ ഹുർരി വാജിബു. നീ അതെ എന്ന് പറഞ്ഞാൽ, ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നിന്റെ മേൽ നിർബന്ധമാണ്, നീ അത് ചെയ്തിരിക്കണം. വഇല്ലാ ഫഖുൽ ലാ തസ്തരിഹ് വതരിഹ് ബിഹാ ലകൈ ലാ യഖൂല الناس ഇന്നക കാദിബു. നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞേക്കുക. കാരണം ആളുകളൊക്കെ നിന്നെക്കുറിച്ച് കള്ളനെന്നും കള്ളവാദിയെന്നും കള്ളം പറയുന്നവരെന്നും വ്യാജനെന്നും ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ നല്ലത് പറ്റൂലെങ്കിൽ ആവൂല എന്ന് പറയുകയാണ്. മറ്റൊരു കവിതയിൽ ഒരാൾ പറയുന്നുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നിന്നെ കൊണ്ടാവുമെങ്കിൽ അത് ഞാൻ ചെയ്തേക്കാം എന്ന് പറയുന്നതാണ് ആദ്യം തന്നെ ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ലംഘിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് മറ്റൊരു കവി പാടുന്നുണ്ട്. സത്യവിശ്വാസി ഇവിടെയൊക്കെയും വലിയ ശ്രദ്ധ ഉള്ളവനായിരിക്കണം. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുനാഫിക്കിന്റെ അടയാളങ്ങൾ 3 എണ്ണമാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായിട്ട് എണ്ണിപ്പഠിപ്പിച്ച ഹദീസുകൾ കാണാം. മുനാഫിക്കിന്റെ അടയാളങ്ങൾ 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. മുനാഫിക്കിന്റെ 3 അടയാളങ്ങളാണ്. ഇദാ ഹദ്ദസ കദബ, നാവെടുത്താൽ കളവ് പറയുക എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം നൽകിയാൽ അത് ലംഘിക്കുക. വഇദാ തുമിന ഖാന, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അക്കാര്യത്തിൽ വഞ്ചന. ഇത് മുനാഫിക്കുകളുടെ അടയാളം. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മുനാഫിക്കിന്റെ ചില ലക്ഷണങ്ങളൊക്കെ നമ്മളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുനാഫിക്കുകളാകാതിരിക്കണമെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്താൽ മതിയാകും. അതിനപ്പുറത്ത് എന്ത് നല്ലതാണ് ചെയ്യാൻ സാധിക്കുക എന്ന പരിശ്രമത്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാക്ക് പാലിക്കുക എന്നത് മുനാഫിക്കിന്റെ അടയാളം, വാക്ക് ലംഘിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ അടയാളമാണെങ്കിൽ വാക്ക് പാലിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവാചകരുടെ സ്വഭാവ സവിശേഷതയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ടുള്ളത്. 19-ാമത്തെ അധ്യായം സൂറത്ത് മറിയമിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വദ്കുർ ഫീ കിതാബി ഇസ്മാഈൽ, ഏത് ഗ്രന്ഥത്തിൽ ഇസ്മാഈലിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. എന്താ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത? ഇന്നഹു കാന സാദിഖൽ വഅദ്, വാക്ക് പാലിക്കുന്നവനായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. وكان رسولا نبيا, റസൂലും നബിയുമായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്റെ സ്വഭാവ സവിശേഷതയായിട്ട് അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു വിശേഷണമാണ് വാക്ക് പാലിക്കുക എന്നുള്ളത്. ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ട് കാണാം, പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാ അബതി ഫഅൽ മാ തുമർ, അർക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോ ഉപ്പ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ, നിങ്ങളോട് എന്താണ് ഉറപ്പ് കൽപ്പിച്ചത് അത് നിങ്ങൾ നിർവഹിച്ചുകൊള്ളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നിങ്ങൾക്ക് എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും, ഞാൻ ക്ഷമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ വാക്ക് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന സമയം വരെയും അദ്ദേഹം പാലിച്ചു എന്നുള്ളത് കൊണ്ടാണ് റബ്ബ് അങ്ങനെ ഒരു വിശേഷണം പറഞ്ഞത് എന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു അഭിപ്രായമുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ഒരാൾ വാക്ക് പറയുകയും അങ്ങനെ അയാളെയും കാത്ത് പ്രവാചകൻ അവരെ കാത്തു നിൽക്കുമ്പോ മറ്റേയാൾ അത് മറന്നുപോയി. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് പിന്നീട് ഓർമ്മയായി, ഞാൻ ഇന്നയാളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 ദിവസവും ഇയാളെ കാത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കാത്തിരുന്നു എന്ന് മുഫസ്സിറുകളിൽ ചിലർ അഭിപ്രായപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ വാക്ക് പാലിക്കാൻ ശ്രദ്ധ കാണിച്ച പ്രവാചകനായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷത അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത് എന്ന് മുഫസ്സിറുകൾ പറയുമ്പോൾ എത്രത്തോളം പ്രധാനമുള്ളത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ 8 മണിക്ക് എത്താമെന്ന്
അല്ലെങ്കിൽ ഞാൻ 9 മണിക്ക് അവിടെ ഉണ്ടാകുന്നു ഒക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും അത് പറയാറുള്ള കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ ആ സാധുവായ മനുഷ്യൻ നമ്മുടെ വാക്ക് വിശ്വസിച്ച് അയാളുടെ എല്ലാ ജോലികളും ഉപേക്ഷിച്ച് നമ്മെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുമ്പോ നമ്മൾ എടുക്കുന്ന നിലപാടല്ല. അയാൾ എന്നെ കാത്തിരിക്കുമെന്ന യാതൊരു ബോധവുമില്ലാതെ നമ്മുടെ എല്ലാ ജോലികളും തീർത്തിട്ട് നമ്മൾ വരുമ്പോ നമ്മൾ അയാളുടേതായിട്ട് നഷ്ടപ്പെടുത്തുന്ന എത്ര സമയങ്ങൾ, എത്ര അധ്വാനം എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികൾ അതിലൊട്ടും അലംഭാവം കാണിക്കാൻ പാടില്ലാത്തവരാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറാ. മുനാഫിഖുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വസിക്കുന്നവരാണ്. വലൻ തജിദ ലഹും നസീറാ, അവർക്ക് യാതൊരു സഹായിയും നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വഅദ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുപാലനം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കരാർ പാലനം എന്ന് പറയുന്നത് അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്തിന്റെ പാലനമാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സത്യവിശ്വാസികളാകുന്നത്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും അവിടുന്ന് കൊണ്ടുവന്നതൊക്കെയും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വഴി, അങ്ങനെ മാത്രം ജീവിക്കുക വഴി തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നുമുള്ള സാക്ഷ്യമാണ് നമ്മൾ ആദ്യം അല്ലാഹുവിന് കൊടുക്കുന്ന കരാർ. മനുഷ്യരോടെല്ലാമുള്ള കരാർ പാലിക്കാൻ ശ്രദ്ധിച്ചാൽ പോലും അല്ലാഹുവിനോട് കൊടുത്ത കരാർ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, തൗഹീദിന് കൊടുത്ത ഷഹാദത്തിന് കൊടുത്ത കരാർ നമ്മൾ പാലിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കത്തിയാളുന്ന നരകത്തിലേക്കായിരിക്കും നമ്മുടെ യാത്ര എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ, അല്ലാഹുവിനോട് മാത്രം സഹായം തേടാൻ, അവരിൽ മാത്രം രക്ഷയവലംബിക്കാൻ, അവരിൽ നിന്ന് മാത്രം സഹായങ്ങളെ പ്രതീക്ഷിക്കാൻ കൂടി സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കരാർ ലംഘിക്കുമ്പോൾ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിഖുകൾ, കപടവിശ്വാസികൾ പുറമേ ഷഹാദത്ത് പറയുക, അവന്റെ ജീവിതത്തിൽ ഷഹാദത്തിന്റെ ഒരംശം ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ജീവിതക്രമം പാലിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നത് തീരാത്ത നഷ്ടമാണെന്നുള്ള ബോധ്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം സൂക്ഷ്മത പാലിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങളുടെ ജീവിത വഴിയിൽ ഞങ്ങൾക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നുള്ള തിന്മകൾ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണമേ നാഥാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പാപമോചനം അരുളുന്നില്ലെങ്കിൽ നാഥാ, ഞങ്ങൾ വലിയ നഷ്ടക്കാരിൽ അകപ്പെട്ടു പോകും നാഥാ. നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണമേ നാഥാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട്, കുടുംബപരമായിട്ട്, കച്ചവട സംബന്ധിയായിട്ടൊക്കെയും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് നാഥാ. അവർക്കൊക്കെയും നീ ശമനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഇണകൾ, സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർ, അവർക്കൊക്കെയും നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, നിന്റെ നരകത്തിൽ തൊട്ട് കാവലാക്കി നിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم